ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ GTA 5 അടുത്തൊരു മിഷനെ കൊണ്ടാണ് ഗൈസ് വരുന്നത്. അതായത് നമ്മൾ ഇന്ന് ട്രെയിനിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ബൈക്ക് ഓടിച്ച് ഒരു കിടിലൻ ഐറ്റം ആ ട്രെയിനിൽ നിന്ന് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പം അതിൽ നിന്ന് തന്നെ കുറേ വാറും കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കും ഗൈസ്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റോറിയിലോട്ട് നൈസായിട്ട് കിടക്കാം ഗൈസ്. നമ്മുടെ മൈക്കിൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഇവൻ്റെ വീടാണ്, നമ്മുടെ കലിപ്പൻ്റെ വീടാണ്. എന്തായാലും രാവിലെ ആയോ? അതെന്തൊരു പരിപാടി? രാവിലെ ആയിട്ടും പുള്ളി അങ്ങോട്ട് ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ. അതെന്തോ പരിപാടിയാണ് അത്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് അവനെ വെയിറ്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു. അവനിപ്പോൾ വരും ആയിരിക്കും ഗൈസ്. എന്തായാലും നമ്മൾ സ്റ്റോറിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിലോട്ട് കയറാം ഗൈസ്. ഇനി നമ്മൾ ബൈക്കിലാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഹെൽമെറ്റ് വെച്ചൊരു സേഫ്റ്റിക്ക് വേണ്ടി ജമ്പ് ഓൺ ടു ദ ട്രെയിൻ ഗൈസ്. നമ്മൾ ട്രെയിനിൻ്റെ മണ്ടയിലോട്ട് ജമ്പ് ചെയ്യാനാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഈ വഴി കൂടെയൊക്കെ നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകണമെന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെ ധാരാളം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പറപ്പിച്ച് വിടാം ഗൈസ്. എന്തുവാവോ എന്തോ. നമ്മളപ്പോൾ ട്രെയിനെ ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരെ കാണത്തുള്ളായിരിക്കും നമ്മൾ ട്രെയിനിൻ്റെ അടുത്തോട്ട്. നമ്മളെന്തായാലും കത്തിച്ച് വിടുകയാണ്. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്, അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഇച്ചിരി ദൂരം കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, വരുന്നിടത്ത് വെച്ചൊക്കെ കാണാം. അയ്യോ, ഓക്കെ, നമ്മൾ ട്രെയിൻ പാലം കണ്ടു. ട്രെയിൻ പോകുന്നു ഗൈസ്. നമ്മുടെ ട്രെയിൻ പോകുന്നു. നമുക്ക് പിടിക്കാം ഗൈസ്, പിടിക്കാം. ഓക്കെ, ഈ വഴിയെങ്കിൽ ഈ വഴി. ഓക്കെ ഗൈസ്, നമ്മൾ അയ്യോ ട്രെയിനൊക്കെ പോയടാ. ട്രെയിനൊക്കെ പോയി ഗൈസ്. നമ്മൾ ട്രെയിനിൻ്റെ കൂടെ പിടിക്കുകയാണ്. നമുക്ക് ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറണം ഗൈസ്. അതായത് ഈ ബൈക്ക് കൊണ്ട് നമുക്ക് ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറണം. അയ്യോ ചത്തു. ഇല്ല ഗൈസ്, അയ്യോ. കിട്ടിയടാ. ഗൈസ്, ഞാൻ വിചാരിച്ച് കയറിയെന്നാ ഗൈസ് വിചാരിച്ചു. ഓനെ കിട്ടി. ആടാ, പോയി ഗൈസ്, പോയി. ട്രെയിൻ പോയി. നമുക്ക് ഇനിയൊരു ചാൻസ് ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും മാക്സിമം ഈ ഒരു വഴി കൂടെ തന്നെ കയറി പിടിച്ച് ട്രെയിനിൽ കയറാൻ നോക്കാം. അയ്യോ ഗൈസ്, ചെറിയൊരു ലാഗ് അടിച്ചായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് ട്രെയിനിൽ അങ്ങോട്ട് മണ്ടക്കോട്ട് കയറാനും പറ്റുന്നില്ല, ചെറിയൊരു ലാഗും ഉണ്ട്. ഓക്കെ, കയറിയാണ് മോനെ, കയറി. എടാ, എന്തും കീബോർഡ് വർക്കായില്ല ഗൈസ്, അപ്പോഴത്തേലും തിരിച്ചിറങ്ങിപ്പോന്നു. ഇത് നടക്കും തോന്നുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, മിഷൻ ഫെയിലായിപ്പോയി. അതെന്തൊരു കഷ്ടമാണ്. നമ്മൾ അത്രയും വരെ കയറ്റിയിട്ട് കീബോർഡ് വർക്കാവാനേ. ഓക്കെ, നമ്മൾ കയറി കേട്ടോ. നമുക്ക് വീണ്ടും വലിയ പണിയൊന്നുമില്ല, സുഖമായിട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കീബോർഡിൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ചെറിയൊരു ലാഗുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ട്രെയിൻ ഇതെന്താ തീരാത്തേ? കഴിഞ്ഞു ഗൈസ്. അതിൻ്റെ ഇടയ്ക്കായി പോയി. എന്ത് പറയാനാ, ഞാൻ വിചാരിച്ച് അല്ല, നമ്മൾ ഇടയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ ഇറങ്ങാനായിരിക്കും വിചാരിച്ച്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. എന്തായാലും നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നടക്കുമായിരിക്കും. എടാ, എന്ത് ലാഗാണ് ഇത്? എനിക്കിതാണ് സഹിക്കാൻ വയ്യാത്ത ഈ ലാഗ്. ഇനി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ലാഗ്. കിട്ടി ട്രെയിൻ കിട്ടി. ഓക്കെ, നമ്മുടെ ബൈക്ക് എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമ്മളിനി നൈസായിട്ട് താപ്പോട്ടിറങ്ങാം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇനി അങ്ങോട്ട് തുറക്കാം. ഇതിനകത്ത് ഇരിപ്പുണ്ടാവൻ. ഗൈസ്, ഓക്കെ, അവനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ട്രെയിൻ നമ്മളാണ് ഓടിക്കുന്നത്. ഇനിയുമാണ് നമ്മൾ ട്രെയിൻ ഓടിക്കുന്നത് ഗൈസ്. ഇനിയും നമുക്ക് തന്നെ മൂവ് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ പൊക്കോട്ടെ അല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ട്രെയിനിൻ്റെ ഒരു സ്പീഡിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന്
അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, കൊള്ളാം. ട്രെയിൻ കൊള്ളാം, ട്രെയിനിൻ്റെ അകം കൊള്ളാം, രസമുണ്ട്. പക്ഷേ പയ്യനങ്ങ് പോയി. ഗൈസ് ഈ ട്രെയിൻ പാളം തെറ്റി വീഴത്തില്ലെന്നാണ് ഇത് തോന്നല്. ഗൈസ് നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കേ, ദേ നമ്മൾ മൈക്കിലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ അടുത്ത ഏരിയയിലോട്ടുണ്ട്, അടുത്ത പരിപാടി. ഇതെന്തുവാണ് ഇതിങ്ങനെ അടിച്ച് തെറിച്ച് സ്പീഡും കുറഞ്ഞ് എന്ത് കഷ്ടമാണെന്ന് പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട്, നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ ബോട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല കേട്ടോ, എനിക്ക് ഈ ബോട്ട് ഇഷ്ടമേ അല്ല. ഇതുകൊണ്ട് ഈ ബോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പം സെറ്റായി. ഇപ്പോഴാണ് ശരിയായത്. ഇതുണ്ട് വീണ്ടും അതേപോലെ തന്നെ. ഗൈസ് നമ്മുടെ പയ്യനെടുത്ത് ചാടി ഗൈസ്. ഷിറ്റ്, പയ്യനെ രക്ഷിക്കണം ഗൈസ്. പയ്യൻ നീന്തി പോയാൻ തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. ഈ ഒരു കണ്ടെയ്നർ ആണെന്നാണ് തോന്നുന്നത്. അതോ അയ്യോ, അതിൻ്റെ അപ്പുറത്ത് എന്താ പാടാ ഈ സാധനം, ഇതെന്ത് സാധനമാടാ ഇത്? കൺട്രോളൊന്നും കിട്ടുന്ന പോലും ഇല്ല. കണ്ണിൽ കണ്ടതൊക്കെ കൺട്രോൾ കിട്ടുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് നീങ്ങി അങ്ങോട്ട് പോവാം. ഇനി ഇവിടെ ഓക്കെ ഗൈസ്, അത് തുറന്നിട്ടുണ്ട്. നമ്മൾ നീങ്ങി വന്നേ, പക്ഷെ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. സ്റ്റോറി ബേസ്ഡ് ആയതുകൊണ്ട് അവനൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗൈസ്, ആൾക്കാർ വന്നു തുടങ്ങി. ഇത് പ്രശ്നമാകും ഗൈസ്. ഒത്തിരി പേരുണ്ടെന്നാണ് തോന്നുന്നത്. മരത്തിൻ്റെയൊക്കെ ചില്ല പൊട്ടുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആ ആനിമേഷനൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. ആ ചില്ല പൊട്ടിയതിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരാടാ അത്? ഹെലികോപ്റ്ററാണോ? ഹെലികോപ്റ്ററാണോ? ഹെലികോപ്റ്റർ. ഓക്കെ, ഹെലികോപ്റ്റർ. അങ്ങനെ ആ ഹെലികോപ്റ്റർ പോയി. അങ്ങനെ ഈ ഒരു ഹെലികോപ്റ്ററും പോയി എന്നാണ് തോന്നുന്നത്. പോയി. അപ്പോൾ ആ 2 ഹെലികോപ്റ്ററും പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗൺ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് അവിടെ ഒരുത്തൻ. ഓക്കെ, അവനെ സ്നൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ആരാണ്? ഹൂ ഈസ് നെക്സ്റ്റ്? എവിടെ അടുത്ത എനിമി? എവിടെ ഗൈസ്? അടുത്ത എനിമി കാണുന്നില്ല. എന്തിടാ അത്? അടുത്ത ആളിവിടെ കണ്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. നമുക്കൊരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടെ ഒന്നും വന്നിട്ട് പിടിയില്ലല്ലോ. വീണ്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചീറ്റ് കോഡ് അടിച്ച് വീണ്ടും ലൈഫ് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കണ്ട കേട്ടോ. നേണ്ട. ഓക്കെ ഗൈസ്, അവനെ ചത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇനിയും ഗൈസ് ഹെലികോപ്റ്റർ വരുന്നു. അയ്യോ, ആ ചില്ല ഒടിഞ്ഞു പോയി ഗൈസ്. ആ ചില്ല ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഒരുത്തൻ പാരച്ചൂട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. പാരച്ചൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന കേട്ടോ. അവനെ കൊല്ലണം. ഓക്കെ, അവനും കൊന്നിട്ടുണ്ട്. അവൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് അവന് മരണം സംഭവിച്ചത് ഗൈസ്. വളരെ അധികം ദുഃഖമുള്ളൊരു കാര്യമാണത്. എന്തായാലും നമുക്കിനി അടുത്ത ആളെ നോക്കാം. എന്ത് ചെയ്യണം? അടുത്ത ഒരുത്തനോടുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യും? ചേടാ, അവനെ മാത്രം കാണുന്നില്ലല്ലോ ഗൈസ്. അവനെ മാത്രം കാണുന്നില്ല ഗൈസ്. അവൻ എന്തൊരു മായാജാലമാണ് ഈ കാട്ടുന്നത്. നമുക്കൊരു കാര്യം ചെയ്താൽ, ലൈഫും കുറവാണല്ലോ ഗൈസ്. ഒന്നുകൂടെ നമുക്ക് ചീറ്റ് കോഡ് അടിക്കാം. നമുക്ക് നോക്കാം ഗൈസ് അവൻ എന്ത് ചെയ്യുന്നു. ചീറ്റ് കോഡൊക്കെ അടിച്ച് ലൈഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എവിടാണ് അവൻ? ഒരു പിടിയില്ല. ഓക്കെ,
അവനെ കൊന്നു ഗൈസ്. അവൻ അങ്ങ് പുറയിലായിരുന്നു കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനിയും പോയി നീന്താം ഗൈസ്. അങ്ങോട്ട് പോവാം, ബോട്ടിൻ്റെ അങ്ങോട്ട് പോവാം. നമ്മുടെ മൈക്കിളിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ മൈക്കിളിൻ്റെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ അടുത്ത സ്കീം പിടിക്കാം ഗൈസ്. ഓക്കെ, ഓ ഇത് പറക്കും ഗൈസ്. അവന്മാരും വരുന്നുണ്ട് പുറയിൽ. ഓക്കെ, ഇനി നമുക്ക് ഗൺ ഷൂട്ടുണ്ട്. അയ്യോ, ഓക്കെ, ഒരുത്തൻ ചത്തു. ഒരുത്തനെ ചത്തുള്ളെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്ത് വേറെ ആരെ കാണുന്നില്ല? ഓ, വണ്ടിയുണ്ടോ? റോഡിൻ്റെ സൈഡിൽ കൂടെ വണ്ടിയും വരുന്നുണ്ടോ ഗൈസ്? അതും ഉണ്ട്. ഇപ്പം നമുക്ക് വെള്ളത്തിൽ കൂടെ മാത്രമല്ല, കരയിൽ കൂടെ ഉണ്ട് ആക്രമണം. ഇതൊക്കെ ചുമ്മാ പോകുന്ന നാട്ടുകാരാണ്. അവരെയൊക്കെ വെടിവെച്ച് നല്ല ഇതൊക്കെ അവർ വെളിയിൽ പോയി പറഞ്ഞു കൊടുക്കും. ഓക്കേ, ചുമ്മാ ഇരിക്കുന്ന നാട്ടുകാരെല്ലാം വെടിവെച്ചുമല്ലോ. മറ്റവന്മാർ പുറകെ നിന്ന് വെടിവെക്കുന്നുണ്ട്. ഓ, ഹെലികോപ്റ്റർ വരുന്നു ഗൈസ്. ഓക്കെ, അവൻ ചത്തു. എന്തുവാടാ? ഓക്കെ, ഹെലികോപ്റ്റർ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നല്ല രീതിയിൽ ലൈഫ് കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. നമുക്ക് ഒന്നുകൂടെ ഹീൽ ചെയ്യാം. ഓക്കെ, നമ്മൾ വീണ്ടും എല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, സൈഡിലോട്ട് കൊണ്ട് അടുപ്പിച്ചാൽ മതി ബീച്ചിലോട്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇനി വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഇനിയും തൊട്ട് ഇടയ്ക്കിടയ്ക്കായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി അടുപ്പിച്ച് ഏകദേശം വീഡിയോസ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.